ഒരേ ഒരു നബി, ഒരേ ഒരു റസൂൽ, ഒരേ ഒരു പ്രവാചകൻ. ഇസ്മാഈലി പരമ്പരയിലൂടെ അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലൂടെ ആയിരക്കണക്കിന് പ്രവാചകന്മാർ. അത്രമേൽ നബുവത്തിന്റെ സാന്നിധ്യവും വെളിച്ചവും ഉണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു ബനു ഇസ്രായീൽ. ഇസ്രായീൽ എന്നത് യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ്. ഇസ്രായീൽ എന്ന വാക്കിനർത്ഥം തന്നെ അള്ളാഹുവിനെ അത്രമേൽ ഇബാദത്ത് ചെയ്യുന്ന മഹാൻ എന്നാണ്. അത് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ അപരനാമമാണ്. യാക്കൂബ് നബിയുടെ മക്കളിലൂടെ വന്ന മനുഷ്യരെ the children of Israel, the children of Jacob, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾ എന്ന അർത്ഥത്തിലാണ് ബനു ഇസ്രായീൽ എന്ന് വിളിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയവരാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ ഒരു പാരമ്പര്യം ഇസ്രായേലി തലമുറകളിൽ കടന്നു വരുമ്പോൾ അവർക്കുണ്ടായ ന്യൂനത എവിടെ സംഭവിച്ചു എന്നതിന് പുണ്യനബി തങ്ങൾ പറഞ്ഞു തന്ന ഒരു കാരണം ദീർഘമായ ഹദീസിൽ പുണ്യനബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന അവ്വലമാ ദഖല അൻ-നഖ്സു അലാ ബനി ഇസ്രായീൽ. എവിടെയാണ് അവർക്ക് ന്യൂനത പറ്റിയത്? ഇത്രമേൽ അംബിയാഇന്റെ സാന്നിധ്യമുണ്ടായിരുന്ന ഒരു സമൂഹം എവിടെയാണ് തകർന്നു പോയത്? എവിടെയാണ് അവർക്ക് ചുവട് പിഴച്ചത്? എന്തേ അവര് ഒന്നിനും കൊള്ളരുതാത്തവരായി മാറിപ്പോയത് എന്ന കാരണം ചരിത്രാന്വേഷികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഹബീബിന്റെ ഈ ഹദീസ് മതി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന റജുൽ കാന യൽഖ റജുല ഫയഖൂൽ യാ ഹാദാ ഇത്തഖില്ലാഹ് വദഅ മാ തസ്ന. അവരുടെ നാടുകളിൽ തിന്മകൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ മദ്യപാനവും ലഹരിയും ചൂതാട്ടവും വ്യഭിചാരവും സ്വവർഗരതികളും തോന്നിവാസങ്ങളും പിടിച്ചുപറികളും വഞ്ചനകളും നുണപറയലുകളും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയുമായിരുന്നു ഒരു കാലഘട്ടത്തിൽ, യാ ഹാദാ ഇത്തഖില്ലാഹ് വദഅ മാ തസ്ന. അവർ പറഞ്ഞിരുന്നു ഒരു കാലം, നീ ഇതൊന്നും ചെയ്യല്ലടോ, നീ ഇത് ചെയ്യരുത്, ഇത് മാറ്റിവെക്ക്, ഇത് നീ ചെയ്യല്ലേ എന്ന് പറഞ്ഞിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഒരു നാളിൽ അവരങ്ങനെ പറഞ്ഞു. പിന്നെ അവർക്കത് മടുത്തു. പിന്നൊരു ദിവസം അവരെ കണ്ടുമുട്ടിയപ്പോ വഹുവ അലാ ഹാലി, കള്ളുകുടിയൻ കള്ളുകുടിയനായിട്ട് തന്നെയുണ്ട്, മദ്യപാനി മദ്യപാനി തന്നെയാണ്, പലിശയിടപാടുകാരൻ പലിശയിടപാടിൽ തന്നെയാണ്. എന്നിട്ടും ഫലാ യംനഉഹു അൻ യകൂന അകീലഹു വഖഈദഹു വശരീബഹു. വിവാഹങ്ങളിൽ ആർഭാടത്തിന്റെ തിമർപ്പ് നടക്കുമ്പോൾ 4, 5, 6, 7 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഭാസ കല്യാണങ്ങൾ നടക്കുമ്പോൾ മഞ്ഞയും ചുവപ്പും നീലയും പല നിറത്തിലും പല പേരിലും ഭക്ഷണം കൊണ്ട് അല്ലെങ്കിൽ ഡെക്കറേഷൻ കൊണ്ട് ധൂർത്തിലേക്ക് മനുഷ്യൻ അധപ്പതിക്കുമ്പോഴും അത് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ അവരുടെ കൂടെ ഇരിക്കുകയും അഖീലഹു, അവിടെ സ്റ്റേജിൽ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ആടി തിമർക്കുന്നുണ്ട്, ആട്ടും പാട്ടും ഡാൻസും മ്യൂസിക്കും എല്ലാം നടക്കുമ്പോഴും അവിടെ ഇരിക്കാനൊരു മടിയുമില്ലാതെ ഇന്നലെ വരെ ചെയ്യരുത് എന്ന് പറഞ്ഞ ആളോട് പിറ്റേ ദിവസം അയാളോട് ഇത് ചെയ്യല്ലേ എന്ന് പറയാൻ കഴിയാതെ അവരുടെ കൂടെ ഇരുക്കാൻ തുടങ്ങിയ കാലം മുതലാണ് ബനു ഇസ്രായീലുകൾക്ക് പരാജയം തുടങ്ങിയത് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു താക്കീതാണ്, ഇതൊരു സമൂഹത്തിനുള്ള കൃത്യമായ മാർഗരേഖയാണ്, ഇതൊരു സമൂഹത്തിനുള്ള മുന്നറിയിപ്പാണ്. അരുത് പാടില്ല എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ നാട്ടിൽ നടക്കാൻ തുടങ്ങുമ്പോൾ അത് സാരമില്ല എന്നൊരു ഭാവത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും അവിടെ കൂടിയിരിക്കുന്ന ആളുകളിൽ ഒരാൾ പോലും ഇത് ചെയ്യല്ലേ, ഇതിനോടെനിക്ക് യോജിക്കാൻ കഴിയില്ല, ഞാൻ എൻ്റെ അമർഷം രേഖപ്പെടുത്തുകയാണ്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത്, പുണ്യ റസൂൽ ഇഷ്ടപ്പെടാത്തത്, നമ്മുടെ സംസ്കാരവും നമ്മുടെ വിശ്വാസവും വെച്ചുപൊറുപ്പിക്കാത്തത് ഒരു വേദിയിൽ നടക്കുമ്പോൾ അത് കണ്ടിരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയാതെ ഫലാ യംനഉഹു ദാലിക അൻ യകൂന അകീലഹു വഖഈദഹു വശരീബഹു. അവരുടെ കൂടെ ഇരുന്ന് കുടിക്കാനും കൂടെ ഇരുന്ന് ഭക്ഷിക്കാനും കൂടെ ഇരുന്ന് സമയം ചെലവഴിക്കാനും ആളുകൾക്ക് മടിയില്ലാതെ വന്ന ഒരു കാലഘട്ടമാണ്
ബനൂ ഇസ്രായീലുകളുടെ തകർച്ചയുടെ തുടക്കമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലമ്മാ ഫഅലൂ ദാലിക്, ചെയ്യുന്ന തെറ്റാണെന്നറിയാം, പക്ഷേ നാവുകൊണ്ടൊന്ന് പറയാൻ കഴിയാത്തവൻ മനസ്സുകൊണ്ട് വെറുക്കണമെന്നാണ്. മനസ്സുകൊണ്ട് വെറുക്കല്ല, ഇരുന്നു കൊണ്ട് മിണ്ടാണ്ട് കണ്ടിരിക്കുകയാണ്. 1 മണിക്കൂറോ 2 മണിക്കൂറോ എന്തെങ്കിലും ആഭാസ പ്രകടനങ്ങൾ നടക്കുമ്പോൾ പുതിയ പെണ്ണും പുതുനാരിയും മണവാളനും മണവാട്ടിയും സ്റ്റേജിൽ നിന്ന് പബ്ലിക്കിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവരോട് സംവദിക്കുകയും കൂടെ പഠിച്ചവരോ കൂടെയുള്ളവരോ നാട്ടുകാരോ ആരോ ആകട്ടെ അവർക്കൊക്കെ നിന്നുകൊടുക്കാനും പരസ്യമായി ഇസ്ലാം പറയുന്ന ഒരു സ്ത്രീത്വത്തിൻ്റെ, ഒരു പെൺകുട്ടിയുടെ സർവ്വ ഹുർമത്തും ഇല്ലായ്മ ചെയ്യപ്പെടുന്ന സദസ്സുകളിൽ വാനോക്കികളായി പോയിരിക്കാൻ മനുഷ്യൻ മടി കാണിക്കാതെ വന്ന ഒരു കാലഘട്ടം ഒരു സമൂഹത്തിൻ്റെ തകർച്ചയുടെ തുടക്കമായിരുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തു ചെയ്തെന്നാണ് നമ്മൾ പറയാറുണ്ട്. എന്തേ മാനസികമായി നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്? നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്തേ മസ്ലഹത്ത് ശ്രമങ്ങൾക്ക് എന്തേ ഫലം കാണാത്തത്? എന്തുകൊണ്ടാണ് ആളുകൾ മനസ്സുകൾ തമ്മിൽ യോജിക്കാത്തത്? ഒരുമയിലും സ്നേഹത്തിലും പരസ്പരം പൊറുത്തും ക്ഷമിച്ചും ഈ ഉമ്മത്ത് സമസ്തയിലെ ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ പണ്ഡിത നേതാക്കന്മാരുടെ സാരഥികളുടെ ഉമറാക്കളുടെ കീഴിൽ ഒരുമിച്ച് നിൽക്കേണ്ടതിന് പകരം എന്തേ അപശബ്ദങ്ങൾ ഉണ്ടാവാൻ കാരണം എന്ന് നമ്മളൊക്കെ ചിന്തിച്ചു കാണും. ആ ചോദ്യത്തിന്റെ ഉത്തരം ഈ ഹദീസിൽ പുണ്യനബി തങ്ങൾ പഠിപ്പിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഫലമ്മാ ഫഅലൂ ദാലിക ളറബല്ലാഹു ഖുലൂബ ബഅദിഹിം ബിബഅദ്. തിന്മകളെ നിസ്സാരമായി കാണാൻ തുടങ്ങിയപ്പോൾ, തിന്മകൾ നടക്കുന്നിടത്ത് മനുഷ്യർ പോയിരിക്കുക മാത്രമല്ല അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ മടി കാണിക്കാതെ വന്നപ്പോൾ, തിന്മകൾ തിന്മകളാണ് എന്ന് പറയാൻ ധൈര്യം കാണിക്കാതെ വന്നപ്പോൾ അല്ലാഹു അവരുടെ മനസ്സുകളെ തമ്മിൽ അടിപ്പിച്ചു എന്ന് മഹാനായ റസൂലുള്ളാഹ് ളറബല്ലാഹു ഖുലൂബ ബഅദഹും ബിബഅദ്. അവരുടെ മനസ്സുകൾ തമ്മിൽ വിഭിന്നമായി, അവർ തെറ്റിപ്പിരിയുകയുണ്ടായി, അവർ പഴിചാരാൻ തുടങ്ങി, അവർ പരസ്പരം ചീത്ത വിളിക്കാൻ തുടങ്ങി, പരസ്പരം പരിഹസിക്കാൻ തുടങ്ങി. ഹുർമത്ത് ഇല്ലായ്മ ചെയ്യപ്പെട്ടു, ബഹുമാനമില്ലായ്മ ചെയ്യപ്പെട്ടു, അദബില്ലാതെ പോയി. എന്തുകൊണ്ട്? വലിയൊരു ദൗത്യം നിർവഹിക്കപ്പെട്ടതിന് ശേഷം ആ ദൗത്യ നിർവഹണം ചെയ്യാതെ നിന്നു എന്ന് മാത്രമല്ല, തിന്മയുടെ കൂടെ വാപൊളിച്ച് മിണ്ടാതെ നിന്നതിൻ്റെ പേരിൽ ഒരു ഉമ്മത്തിന്റെ മനസ്സിനെ അല്ലാഹു തമ്മിലടിപ്പിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ ഇനി പറയുന്ന ആയത്ത് നബി തങ്ങൾ ഓതുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون ترى كثيرا منهم يتولون الذين كفروا لبئس ما قدمت لهم أنفسهم أن سخط الله عليهم وفي العذاب هم خالدون ولو كانوا يؤمنون بالله والنبي وما أنزل إليه ما اتخذوهم أولياء ولكن كثيرا منهم فاسقون لتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا ولتجدن أقربهم مودة للذين آمنوا الذين قالوا إنا نصارى ذلك بأن منهم قسيسين ورهبانا
وأنهم لا يستكبرون. മഹാനായ പ്രവാചകൻ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെയും മറിയം ബീവിയുടെ പുത്രനായ ഈസ നബി അലൈഹിസ്സലാമിൻ്റെയും പരിശുദ്ധ നാക്കുകളിലൂടെ ഒരു സമൂഹം ശപിക്കപ്പെട്ടു എന്ന് പരിശുദ്ധ ഖുർആൻ. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹ്. സമൂഹത്തിൽ നടന്നുകൊണ്ടിരുന്ന തിന്മകളാണെന്ന് തുറന്നു പറയാൻ ചങ്കൂറ്റം കാണിക്കാതിരുന്നവരായിരുന്നു അവർ. ശപിക്കപ്പെടാൻ കാരണം പറയാൻ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ലഅനത്ത് എന്ന് പറയുന്നത് അൽ ബുഅദു അൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാതിരിക്കുന്ന വലിയൊരു ദുര്യോഗമാണ്. അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടലാണ്. അതിലും വലുത് എന്താണ് ഒരു മുഅ്മിന് വരാനുള്ളത്? ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം. ഇവിടെ പറയുമ്പോഴും മുഫസ്സിരീങ്ങൾ അല്ലദീന കഫറൂ, കുഫറിലേക്ക് വരെ എത്തിച്ചേരാൻ നിമിത്തമായതിൻ്റെ ഒരു കാരണം പോലും അവരവർ തിന്മകളെ കണ്ടിരുന്നപ്പോൾ, വേണ്ടാവൃത്തികൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ, പാപങ്ങൾ കൺമുമ്പിൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ, സമൂഹത്തിൽ, നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ കോളേജുകളിൽ, നമ്മുടെ തെരുവുകളിൽ, നമ്മുടെ അങ്ങാടികളിൽ ഇത് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇത് തെറ്റാണ് മക്കളെ, ചെയ്യരുത് എന്ന് പറയാൻ നാവെടുക്കാൻ മടി കാണിച്ച ഒരു സമൂഹം രണ്ട് പ്രവാചകന്മാരുടെ നാക്കിനാൽ ശപിക്കപ്പെട്ടുപോയി എന്ന് വിശുദ്ധ ഖുർആൻ. തറാ കസീറൻ മിൻഹും യതവല്ലൗന അല്ലദീന കഫറൂ. നന്മയ്ക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളില്ലെന്നു മാത്രമല്ല, തിന്മകളെ തിന്മകളായിട്ട് പോലും കാണാൻ കഴിയാത്ത വിധം അന്ധരായ ഈ മനുഷ്യർ, തിന്മകൾ തിന്മകളാണെന്ന് പറയുന്നവർ ഒറ്റപ്പെട്ടു പോകും. അതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. തെറ്റുകൾ തെറ്റാണെന്ന് പറഞ്ഞാൽ ഒരു ഉമ്മത്തിന്റെ വിശ്വാസം ആ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുത്താൽ പോലും അത് സെക്യുലറിസത്തിനെതിരാണെന്ന തോന്നൽ വരും, പേടി വരും. അത് ജനാധിപത്യത്തിനെതിരാണോ എന്ന തോന്നൽ വരും. ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയെ വിശ്വസിക്കുകയും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കെ തന്നെ തിന്മകളെ തിന്മകളായി കാണാൻ ഒരു വിശ്വാസിക്ക് എന്ത് പ്രയാസമാണുള്ളത്. ഖുർആൻ പറയുന്നു, തറാ കസീറൻ മിൻഹും യതവല്ലൗന അല്ലദീന കഫറു. പടച്ചവനില്ല എന്ന് പറയുന്ന ആദർശക്കാരെ, നാസ്തികവാദം ലോകത്ത് വിളിച്ചു പറയുന്ന ആളുകളെ, അവർ ഞമ്മന്റെ ആളുകളാണ് എന്ന് പറയാൻ മടിയില്ലാത്തവരാണ് ഇത്തരക്കാർ. തറാ കസീറൻ മിൻഹും യതവല്ലൗന അല്ലദീന കഫറു ലബിഅസ മാ ഖദ്ദമത് ലഹും അൻഫുസുഹും അൻ സഖിതല്ലാഹു അലൈഹിം. പടച്ചവനില്ല എന്ന നാസ്തികവാദം എന്ന് പറയുന്നത് പോലും അതിലെന്താ കുഴപ്പം എന്ന് പറയാൻ ഒരു വിശ്വാസിക്ക് എങ്ങനെ കഴിയും? നിരീശ്വരവാദം നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ വീട്ടുമുറ്റത്തേക്ക്, നമ്മുടെ സ്ക്രീനിലേക്ക് കടന്നു വരുമ്പോൾ അത്തരം ആദർശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ അവർ ഞങ്ങളുടെ ആളുകളാണ്, അവരാണ് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നത് എന്ന് പറയാൻ ഇത്തരക്കാർക്ക് മടിയില്ലായിരുന്നു എന്ന് ബനു ഇസ്രായേലുകളെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹുവിൻ്റെ കലാം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന റബ്ബിൻ്റെ കിതാബാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്. ആ ആശയങ്ങൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്, ആ ആശയങ്ങൾക്ക് ഇന്നും അതിന് പ്രാധാന്യമില്ലേ? അത് മൻസൂഖായ ആയത്താണോ? തറാ കസീറൻ മിൻഹും യതവല്ലൗന അല്ലദീന കഫറു ലബിഅസ മാ ഖദ്ദമത് ലഹും അൻഫുസുഹും അൻ സഖിതല്ലാഹു അലൈഹിം വഫിൽ അദാബി ഹും ഖാലിദൂൻ. അല്ലാഹുവിൻ്റെ കോപമാണ് അവർ സ്വീകരിച്ചത്. ആര് കൂടെയില്ലെങ്കിലും എൻ്റെ മുഅ്മിനീങ്ങളായ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, പരലോകമുണ്ട്, മരണമുണ്ട്, ഖബറിൽ അദാബുണ്ട്, അല്ലെങ്കിൽ രക്ഷയുണ്ട്, നാളെ വിചാരണയുണ്ട്, അല്ലാഹുവിനെ ചെന്ന് കാണേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് എൻ്റെ കൂടെയുള്ളവർ എന്ന് പറയാൻ മടി കാണിക്കുകയും തറാ കസീറൻ മിൻഹും യതവല്ലൗന അല്ലദീന കഫറു, നാസ്തികത പറയുന്ന ആളുകളെ കൂടെ നിർത്തുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തെ ബാധിക്കുന്ന വിഷയമാണ്. രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്, ഈമാനും ഇസ്ലാമും പഠിപ്പിക്കുകയാണ്, നമ്മൾ ബോധിക്കുകയാണ്. ഇവിടെ
ഇത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമല്ലയോ? നിസ്സാരമാണോ ഇതൊക്കെ? അള്ളാഹുവിന്റെ കലാമിൽ നിന്ന് നമ്മൾ അകന്നുകൊണ്ടിരിക്കല്ലേ? പുണ്യനബി തങ്ങളുടെ ഹദീസുകൾക്ക് എന്ത് വിലയാ നമ്മൾ കൊടുക്കുന്നത്? തറാ കസീറൻ മിൻഹും യതവല്ലൗന അല്ലദീന കഫറൂ ലബിഅസ മാ ഖദ്ദമത് ലഹും അൻഫുസുഹും അൻ സഖിതല്ലാഹു അലൈഹിം. അല്ലാഹുവിന്റെ കോപമാണ് നിങ്ങൾ വാരിക്കൂട്ടുന്നത്. വഫിൽ അദാബിഹും ഖാലിദൂൻ വലൗ കാനൂ യുഅ്മിനൂന ബില്ലാഹി വന്നബിയ്യി വമാ ഉൻസില ഇലൈഹി. പുണ്യനബി തങ്ങൾക്ക് ഇറങ്ങിയ അള്ളാഹുവിന്റെ കിതാബും അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അള്ളാഹുവിനെയും വിശ്വസിക്കുന്നവരായിരുന്നു അവരെങ്കിൽ. വിശ്വാസം ഖൽബിന്റെ ഉള്ളിൽ നിന്ന് ജനിക്കേണ്ട കാര്യമാണ്. അത് അവകാശവാദമല്ല. ഖൽബിന്റെ ഉള്ളിൽ അള്ളാഹുവിനെയും റസൂലിനെയും, പിന്നെ പറഞ്ഞു വമാ ഉൻസില ഇലൈഹി, അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ ഖുർആൻ, ഈ 3 വിഷയങ്ങളെ വിശ്വസിക്കുന്നവരായിരുന്നു അവരെങ്കിൽ. ആര്? ഈ സമൂഹത്തിന്റെ മുൻഗാമികളായ കഴിഞ്ഞുപോയ ഇസ്രായേൽ മക്കളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ നന്മയിൽ ജീവിച്ചിരുന്ന ആളുകൾ തിന്മകൾക്ക് നേരെ കണ്ണടക്കുകയും തിന്മകൾ സാരമില്ലെന്ന് വരുത്തുകയും തിന്മകൾക്ക് നേരെ നാവനക്കാൻ മടി കാണിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധരായ 2 പ്രവാചകന്മാരുടെ നാക്കിലൂടെ ജുഹകളിലൂടെ അവർക്ക് അല്ലാഹു തആല ശാപം നൽകി എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. വലൗ കാനൂ യുഅ്മിനൂന ബില്ലാഹി വന്നബിയ്യി വമാ ഉൻസില ഇലൈഹി മത്തഖദൂഹും ഔലിയാ. അവിശ്വാസം, പടച്ചവനില്ല എന്ന വിശ്വാസം നെഞ്ചിലേറ്റി നടക്കുന്നവർ, നിരീശ്വരവാദം പറഞ്ഞു നടക്കുന്ന ആളുകൾ, അത്തരക്കാരായ ആളുകൾ ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് സഹായികളാണ് എന്ന് പറയാൻ ഈമാനും ഹബീബായ നബി തങ്ങളോടും അല്ലാഹുവിനോടും ഖുർആനിനോടും വിശ്വാസമുള്ളവർക്ക് കഴിയുമായിരുന്നില്ല. വലാകിന്ന കസീറൻ മിൻഹും ഫാസിഖൂൻ. ഇത് പറഞ്ഞിട്ടാണ് ഖുർആൻ നമുക്ക് ഏറെ പ്രസക്തമായ ഒരു ആയത്ത് പറഞ്ഞു തരുന്നത്. ലതജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനുൽ യഹൂദ് ലതജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനുൽ യഹൂദ വല്ലദീന അശ്റകൂ ولتجدن أقربهم مودة للذين آمنوا الذين قالوا إنا نصارى ذلك بأن منهم قسيسين ورهبانا وأنهم لا يستكبرون. അള്ളാഹുവിനെ ആരാധിക്കുകയും പടച്ച തമ്പുരാനെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തോട് ആ ജന്മ ശത്രുത വെച്ച് പുലർത്തുന്ന 2 വിഭാഗമുണ്ടെന്ന് ഖുർആൻ ഇവിടെ സൂചിപ്പിച്ചു. ഒന്ന്, ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നവർ, ഈ പ്രപഞ്ചം വെറുതെ ഉണ്ടായതാണെന്ന് പറയുകയും മനുഷ്യന് ഒരു ധാർമ്മിക ഉത്തരവാദിത്വമില്ലെന്ന് പറയുകയും മനുഷ്യൻ എങ്ങനെയോ ജനിച്ചു, ഇനി എങ്ങനെയോ എവിടെയോ വെച്ച് മരിച്ച് ഒന്നുമല്ലാതായി മണ്ണായി മാറുന്ന ഒരു ജീവിതമാണ് എന്ന് മനുഷ്യരെ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിച്ചു നടക്കുന്നവർ, നാസ്തികത പറയുന്ന ആളുകൾ, അവർക്ക് ഇസ്ലാമിനോട് വെറുപ്പുണ്ടെന്ന് ഖുർആൻ സൂചിപ്പിച്ചു. എന്തുകൊണ്ട്? ലോകത്തെ ഏറ്റവും വലിയ മണി മേക്കിംഗ്, ഏറ്റവും കൂടുതൽ പൈസയുണ്ടാക്കുന്ന മേഖലകൾ ഇസ്ലാം നിഷിദ്ധമാക്കിയ മേഖലകളാണ്. ഒന്ന്, ലഹരി കച്ചവടം. ലോകത്തെ കോടീശ്വരന്മാർ ഒന്ന് താഴോട്ട് ഇറങ്ങി നോക്കിയാൽ അവരിൽ ചിലരെങ്കിലും ലഹരിയുടെ കച്ചവടക്കാരായിരിക്കണം. ലഹരി ഇസ്ലാം അന്യമാക്കി വെച്ചതാണ്, പാടില്ലെന്ന് പറഞ്ഞ് ഇസ്ലാം അതിനെതിരാണ്. വ്യഭിചാരം, പൊണോഗ്രഫി, മനുഷ്യരുടെ ഔറത്തെടുത്തിട്ട് വീഡിയോ ആക്കിയിട്ട് മനുഷ്യരുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കുന്ന തോന്നിവാസം ചെയ്യുന്നവര്, ഇസ്ലാം അതിനെതിരാണ്. മനുഷ്യനെ കാർന്നു തിന്നുന്ന പലിശ ഏർപ്പാടുകൾ, അത് ബാങ്കുകളാകട്ടെ ഫൈനാൻസ് സംവിധാനങ്ങളാകട്ടെ, മനുഷ്യരെ സഹോദര ബുദ്ധിയ സഹായിക്കണമെന്നും ദാനധർമ്മം ചെയ്യണമെന്നും സകാത്ത് നൽകണമെന്നും സ്വതക്ക വാരിക്കോരി കൊടുക്കണമെന്നും പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് ഇസ്ലാം പലിശക്കെതിരാണ്.
ഇങ്ങനെ ലോകത്ത് വലിയ വലിയ സാമ്പത്തിക വരുമാന മാർഗങ്ങൾ കണ്ടുപിടിച്ച ചില ആളുകളുടെ ആദർശങ്ങൾക്കോ അവരുടെ പ്രതീക്ഷകൾക്കോ വിരുദ്ധമാണ് ഇസ്ലാമിന്റെ നിലപാടുകൾ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് ശത്രുക്കളുണ്ട്, സ്വാഭാവികമാണ്. സ്ത്രീകളെ കമ്പോളവൽക്കരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ആണും പെണ്ണുമല്ലാതെ ഇവിടെ മനുഷ്യർ ജീവിക്കണമെന്ന് പറയുന്നവരുണ്ട്. ഇവരുടെ ഒരു മതത്തിന്റെയോ ഒരു വിശ്വാസത്തിന്റെയോ ചട്ടക്കൂടിന്റെ ആവശ്യമുണ്ടോ? മനുഷ്യൻ സ്വതന്ത്രനാണ്, അവൻ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ഇത് പറയുന്ന ആളുകളെയാണ് ഖുർആൻ അല്ലദീന കഫറു എന്ന് പറയുന്നത്. അവർ ദീനിനോട് ശത്രുതയുള്ളവരാണ്. ലതജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനുൽ യഹൂദ് വല്ലദീന അശ്റകൂ. ജൂതന്മാരിൽ ചില ആളുകൾ, അത് ലോകം കാണുന്നതാണ്, ഫലസ്തീനിലും ഗസയിലും നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. അൽ യഹൂദ വല്ലദീന അശ്റകൂ, ബഹുദൈവ ആരാധനയെ അത്രമേൽ മറ്റു സമുദായങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ അതുമാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുകയോ ചെയ്യുന്ന തീവ്രപക്ഷക്കാരായ ആളുകളിൽ ചിലർ ഇസ്ലാമിൻ്റെ തത്വധാരയോട് വൈരാഗ്യമോ അല്ലെങ്കിൽ വിദ്വേഷമോ പ്രകടിപ്പിക്കുന്നവരുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ ഒരു രീതി കൂടി നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രമേൽ മൗനവും ഇത്രമേൽ ക്ഷമയും ഇത്രമേൽ വേദനയും സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഹബീബിൻ്റെ ഉമ്മത്തികളെന്ന് നമുക്ക് മറന്നുപോകാൻ കഴിയില്ല. എന്നിട്ട് പറഞ്ഞു, وَلَتَجِدَنَّ أَقْرَبَهُمْ مَوَدَّةً لِلَّذِينَ آمَنُوا الَّذِينَ قَالُوا إِنَّا نَصَارَى. ഈസ നബി അലൈഹിസ്സലാമിന്റെ, മറിയം ബീവിയുടെ പുത്രൻ ഈസാ നബി അലൈഹിസ്സലാം, മഹാനായ ഈസ നബി അലൈഹിസ്സലാമിന്റെ പുത്രൻ, മറിയം ബീവിയുടെ പുത്രൻ ഈസ നബി അലൈഹിസ്സലാം, മഹാനായ നബിയുല്ലാഹി ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, ആ പ്രവാചകൻ കൊണ്ടുവന്ന ആശയത്തിന്റെ ആളുകളാണ് ഞങ്ങൾ എന്ന് പറയുന്നവരിൽ വലിയൊരു വിഭാഗം ഈ സമൂഹത്തോട്, ഈ ഉമ്മത്തിനോട്, ഈ വിശ്വാസധാരയോട് അല്പമെങ്കിലും സ്നേഹമുള്ളവരാണ് എന്നും ഖുർആൻ പറഞ്ഞു. എന്നിട്ടൊരു കാരണം പറഞ്ഞു, ذَلِكَ بِأَنَّ مِنْهُمْ قِسِّيسِينَ وَرُهْبَانًا. മതം പഠിച്ച പണ്ഡിതന്മാർ, ആരാധനകളിൽ ചടഞ്ഞുകൂടുന്ന, ആരാധനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന റുഹ്ബാനുകൾ അവരിലുണ്ട് എന്നതാണ് അതിൻ്റെ കാരണം. വഅന്നഹും ലാ യസ്തക്ബിറൂൻ, അവർ അഹങ്കരിക്കാത്തവരാണ് എന്നതുമാണ്. ആ സ്വഭാവമുള്ള നസ്വാറാക്കൾ നിങ്ങളോട് അല്പമെങ്കിലും കനിവുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചർച്ചയെ ഖുർആൻ അവസാനിപ്പിക്കുന്നത്. അതിൻ്റെ ഇന്നത്തെ കോണ്ടെക്സ്റ്റ് എന്താണോ, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുമായി ഇതിൻ്റെ ബന്ധം എന്താണോ ഒന്നും നമ്മൾ ചർച്ചക്കെടുക്കുകയല്ല. പക്ഷേ ഖുർആൻ ഒരു കാര്യം പറഞ്ഞിവിടെ, സത്യവിശ്വാസികൾക്ക് ചില ധർമ്മങ്ങൾ ഇവിടെ ചെലവഴിക്കാനുണ്ട്, ചില ധർമ്മങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. പാപങ്ങൾ എന്ന് പറയുന്നത്, തെറ്റുകൾ എന്ന് ഇസ്ലാം പറയുന്നത്, മൂബിഖാത്തുകളായ തെറ്റുകളുണ്ട്, സഗീറത്തുകളുണ്ട്, കബായിറുകളുണ്ട്. ഈ തെറ്റുകൾ, ഇസ്ലാം പറയുന്ന തിന്മകൾ, ജരീമത്തുകൾ, ആഥാമുകൾ, ഖത്വായ, ദുനൂബ് എന്ന് പറയുന്ന പാപങ്ങൾ, ഈ പാപങ്ങൾ മനുഷ്യരുടെ ജീവിതത്തെ കാർന്നു തിന്നുന്ന ക്യാൻസറാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളത് ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ അയൽപക്കങ്ങളിൽ ഒരു വിഷയം നടക്കുമ്പോൾ, നമ്മുടെ തൊട്ടടുത്ത നാട്ടിലൊരു വിഷയം നടക്കുമ്പോൾ നമ്മൾ പറയും നമ്മുടേതല്ലല്ലോ, നമ്മളെ ബാധിക്കുന്നില്ലല്ലോ. നാട്ടിലൊരു കുട്ടി അങ്ങനെ മയക്കുമരുന്ന് ലഹരി അടിച്ച് മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അത് അടുത്ത നാട്ടിലല്ലേ? നമ്മുടെ മഹലിലോ നമ്മുടെ വീട്ടിലോ നമ്മുടെ വീട്ടുമുറ്റത്തോ നമ്മുടെ അയൽപക്കങ്ങളിലോ നടക്കുമ്പോൾ മാത്രമേ നമ്മൾ കണ്ണു തുറക്കുന്നുള്ളല്ലേ. എല്ലാ പാപവും ഈ ഭൂമിക്ക് ഭാരമാണ്, എല്ലാ തെറ്റുകളും ഈ ഭൂമിക്ക് ഭാരമാണ്. പടച്ചവനോട് നമ്മൾ പറഞ്ഞയച്ചത് തെറ്റുകൾ ചെയ്യാനല്ല. നമുക്കറിയുമോ, ഭൂമിയിൽ മനുഷ്യർ വരുന്നതിൻ്റെ മുമ്പ് ഇവിടെ മലക്കുകൾ ജീവിച്ചിരുന്നു എന്നാണ് ചരിത്രം. ജിന്നുകൾ ഉണ്ടായിരുന്നു. ജിന്നുകൾക്ക് മുമ്പ്, ജിന്നുകളുടെ കാലഘട്ടത്തിൻ്റെ ആ കാലഘട്ടത്തിലും അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇവിടെ ജീവിച്ചിരുന്നു ഈ ഭൂമിയിൽ. നമ്മൾ എത്ര പേർ അത് മനസ്സിലാക്കിയിട്ടുണ്ട്? അള്ളാഹു മനുഷ്യരെ പടക്കുന്നു എന്ന വിഷയം മലക്കുകളുമായി ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ബഖറയിൽ കാണാം. വേറെയും സൂറത്തുൽ കഹ്ഫിലുണ്ട്. ഒരുപാട് സൂറകളിൽ അള്ളാഹു ആവർത്തിച്ചിട്ടുണ്ട് ആദം നബി അലൈഹിസ്സലാമിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ചരിത്രം. മലക്കുകൾ എങ്ങനെയാണ്
قالوا أتجعل فيها من يفسد فيها ويسفك الدماء. അല്ലാഹുവേ, ചോര ചിന്തുന്ന ആളുകളെ നീ എങ്ങനെയാണ് റബ്ബേ, എന്തിനാണ് പടക്കുന്നത് എന്ന് മലക്കുകൾ ചോദിക്കുന്നുണ്ട്. ആദം അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിനോടടുക്കുമ്പോൾ എങ്ങനെ അവർ ചോദിച്ചു? അല്ലാഹു ലൗഹുൽ മഹ്ഫൂദിൽ മസ്തൂറായി മറക്കപ്പെട്ട് കിടന്നിരുന്ന മനുഷ്യർ ഭൂമിയിൽ വന്നാൽ ഖിയാമത്ത് നാൾ വരെ അവർ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ലൗഹുൽ മഹ്ഫൂദ് അത് അല്ലാഹു മലക്കുകൾക്ക് കാണിച്ചു കൊടുത്തു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ. ആ ലൗഹുൽ മഹ്ഫൂദ് നോക്കിയപ്പോഴാണ് യാ അല്ലാഹ്, എത്ര വലിയ പാപങ്ങളാണ് ഈ മനുഷ്യരിവിടെ ചെയ്യാൻ പോകുന്നത്. അതിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷിച്ച ബോംബുകളുണ്ട്, ഗസയിൽ വർഷിച്ച ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ബോംബുകളുണ്ട്, സുഡാനിൽ പതിക്കുന്നതുണ്ട്, മറ്റു ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ എവിടെയൊക്കെ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടോ, നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ, രാഷ്ട്രീയ പ്രേരിതമായിട്ടും അല്ലാതെയും മതപരമായിട്ടും എന്തൊക്കെ രീതിയിൽ നടക്കുന്നുണ്ടോ, നടന്നു കഴിഞ്ഞിട്ടുണ്ടോ ലോകമഹായുദ്ധങ്ങളടക്കം. ഈ യുദ്ധങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന നരനായാട്ടുകളുടെ നേർചിത്രം ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹുവിന്റെ മലക്കുകൾ കണ്ടിരിക്കണം. അപ്പോഴാണ് അവർ പറയുന്നത്, അത്രേ പടച്ചവനെ, ഇങ്ങനെ തെറ്റുകൾ ചെയ്യുന്നൊരു സമൂഹത്തെ, ഇങ്ങനെ പാപങ്ങൾ ചെയ്യുന്നൊരു സമൂഹത്തെ എന്തിനാണ് റബ്ബേ നീ ഈ ലോകത്തേക്ക് പടക്കുന്നത്? ആ ആശ്ചര്യം ഇന്നും പ്രസക്തമാണ്. മനുഷ്യനൊരു കഴിവും ആരോഗ്യവും സമ്പത്തും സ്വാധീനവും അധികാരവും കയ്യിൽ കിട്ടുമ്പോൾ മനുഷ്യന്റെ സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഇന്നലെ കണ്ട ആളുകളല്ല ഇന്ന്. മനുഷ്യന്റെ പെരുമാറ്റങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. ചില ആളുകൾക്ക് അല്ലാഹു സമ്പത്ത് നൽകാതിരിക്കുന്നത് അവർക്ക് സമ്പത്ത് നൽകിയാൽ അവർ വഴിപിഴച്ചു പോകും എന്നതുകൊണ്ടാണത്രേ. ഹബീബിന്റെ ഹദീസാണത്. ചില ആളുകൾക്ക് അല്ലാഹു സമ്പത്ത് നൽകിയത് അവർക്കങ്ങാനും അല്ലാഹു നൽകിയില്ലായിരുന്നെങ്കിൽ അവർ വഴിതെറ്റിപ്പോയേനെ. അങ്ങനെ അല്ലാഹു കൊടുക്കുന്നവരുണ്ടെന്നാണ്. രണ്ടും പരീക്ഷണം തന്നെയാണ്. പാപങ്ങൾ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ നമ്മൾ ഓർക്കണേ, വ്യഭിചാരം നടക്കുമ്പോൾ, തിന്മകൾ നടക്കുമ്പോൾ, മദ്യപാനം നടക്കുമ്പോൾ, എവിടെയെങ്കിലും ഒരു മൂലയിലിരുന്ന് ഗീബത്തും നമീമത്തും പറയുമ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ സുജൂദിൽ ചെയ്ത് വീണിരുന്ന സ്ഥലത്താണ് നമ്മൾ ഈ പാപങ്ങൾ ചെയ്യുന്നത്. മഹാന്മാർ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ മലക്കുകളെ ആകാശലോകങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഭൂമിയിൽ മലക്കുകൾ താമസിച്ചിരുന്നുവെന്നാണ്. ഭൂമിയിൽ എല്ലായിടത്തും ഒരു അണു ഇണ പോലും ബാക്കിയില്ലാതെ മലക്കുകളുടെ സുജൂദ് വീഴാത്ത ഇടം അല്ലാഹുവിന്റെ ഭൂമിയിലില്ലെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഭൂമിയിൽ മലക്കുകളുടെ സുജൂദ് വീഴാത്ത സ്ഥലമില്ലെന്ന്. അതുകൊണ്ട് മനുഷ്യൻ ഓർക്കണമത്രേ, ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ മലക്കുകൾ സുജൂദ് ചെയ്തെടുത്ത ഞാൻ ഈ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ മലക്കുകൾ തസ്ബീഹ് ചൊല്ലിയ ഒരിടത്താണ് എന്റെ വീട് നിൽക്കുന്നത്, ഈ കച്ചവട സ്ഥാപനം നിൽക്കുന്നത്, ഈ അങ്ങാടിയും തെരുവും നിൽക്കുന്നത്. പടച്ചവനെ, നിനക്ക് സുജൂദ് ചെയ്ത മാലാഖമാരുടെ ആ സുജൂദിന്റെ ഇടത്താണല്ലോ റബ്ബേ പാപങ്ങൾ സംഭവിച്ചു പോകുന്നത് എന്ന് മനുഷ്യർ പേടിക്കണം. അല്ലാഹു അങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് മനുഷ്യനെ പറഞ്ഞയച്ചത്. മലക്കുകളെ ഇവിടെ നിന്ന് ആകാശ ലോകങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടാണ് അത്രേ മനുഷ്യരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. എന്നാലും മലക്കുകളുടെ സാന്നിധ്യം എവിടെയുണ്ട്? ഹഫളത്തിന്റെ മലക്കുകളുണ്ട്, കച്ചബത്തിന്റെ മലക്കുകളുണ്ട്, ഷുഹൂദുകളായ മലക്കുകളുണ്ട്, മജ്ലിസുൽ ഇൽമിലും ദിക്റിലും വന്നിരിക്കുന്ന മലക്കുകളുണ്ട്. മലാഖമാർ ഭൂമിയിൽ മനുഷ്യരുടെ കർമ്മങ്ങൾക്ക് സാക്ഷികളായി നമ്മോടൊപ്പം ഇപ്പോഴുമുണ്ട്. അവർ കാണുന്നില്ലയോ മനുഷ്യൻ ചെയ്യുന്ന പേക്കൂത്തുകൾ? അതുകൊണ്ട് പാപങ്ങൾ എന്ന് പറയുന്നത് ഈ ഭൂമിയെ മുറിവേൽപ്പിക്കലാണ്. പുണ്യനബി മനോഹരമായ ഒരു ഉദാഹരണം പറഞ്ഞു തന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുമാ ആ ഹദീസ് മനോഹരമായി നമുക്ക് പഠിപ്പിച്ചു ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണത്. മസലുൽ ഖായിമി അലാ ഹുദൂദില്ലാഹ് വൽ വാഖിഇ ഫീഹി, അല്ലാഹുവിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കുകയും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഉദാഹരണം ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകളെ പോലെ. ആ കപ്പലിന് 2 തട്ടുകളുണ്ടായിരുന്നു, 2 ഡെക്കുകൾ, ലോവർ ഡെക്ക് ആൻഡ് അപ്പർ ഡെക്ക്. താഴെയും മീതയും 2 നിലകളുള്ള ഒരു കപ്പൽ. നമ്മൾ ഓർക്കണം, ഹബീബായ തങ്ങൾ ഒരു കപ്പൽ പോലും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി തങ്ങൾ കടൽ കണ്ടിട്ടില്ലായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ കടലിൽ യാത്ര ചെയ്തിട്ട് പോലുമില്ല. പക്ഷെ എത്ര മനോഹരമായിട്ടാണ് വഹീന്റെ വെളിച്ചത്തിൽ ഇതൊക്കെ തങ്ങൾ പറഞ്ഞു തരുന്നത്. 2 നിലകളിൽ കഴിയുന്ന
രണ്ട് വിഭാഗം ആളുകൾ. അവര് ടോസിട്ടു, നറുക്കിട്ടു. ആരാണ് കപ്പലിന്റെ താഴത്തെ തട്ടിൽ നിൽക്കേണ്ടത്, ആരാണ് മീതെ തട്ടിൽ നിൽക്കേണ്ടത്? ഒരു വിഭാഗം ആളുകൾക്ക് താഴെ തട്ടിലാണ് സീറ്റ് കിട്ടിയത്, ബാക്കിയുള്ള ആളുകൾക്ക് മീതെയാണ് സീറ്റ് കിട്ടിയത്. അങ്ങനെ കപ്പലിൽ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കഴുകാനും പിടിക്കാനൊക്കെ വെള്ളം വേണം, കുടിക്കാനാവണമെന്നില്ല. കടലിലെ ഉപ്പുജലമല്ലേ. ആ കപ്പലിന്റെ മേൽഭാഗത്തുള്ള ആളുകളും താഴെയുള്ള ആളുകൾ വെള്ളം ആവശ്യമായി വരുമ്പോ അവര് മേലെ നിന്ന് ബക്കറ്റ് കൊണ്ട് കടലിലേക്ക് താഴ്ത്തി അവര് വെള്ളമെടുക്കുകയായിരുന്നു. قال رسول الله صلى الله عليه وسلم مثل القائم على حدود الله والواقع فيها. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും അതങ്ങനെ തന്നെ നിലനിർത്തുകയും ചെയ്യുന്ന ആളുകൾ, എന്നാൽ അതിന് പുല്ല് വില പോലും കൽപ്പിക്കാത്ത ആളുകൾ, ഇങ്ങനത്തെ രണ്ട് വിഭാഗം ആളുകളുടെ ഉദാഹരണം ഹബീബായ നബി തങ്ങൾ ഒരു കപ്പലിലെ യാത്രക്കാരെ കുറിച്ച് പറഞ്ഞു തന്ന് ഉദാഹരിക്കുകയാണ്. കമസലി ഖൗമിൻ ഇസ്തഹമു അലാ സഫീന. ഒരു കപ്പലിൽ കയറാൻ നറുക്കിട്ട ആളുകൾ, അവരിൽ ചില ആളുകൾ താഴെ തട്ടിലും ചിലർ മീതെ തട്ടിലുമാണ്. താഴെ തട്ടിലുള്ള ആളുകൾക്ക് കടലിലെ വെള്ളം എടുക്കേണ്ടി വരുമ്പോൾ അവർ മീതെ ഇരിക്കുന്ന ആളുകൾക്കിടയിലൂടെ വന്ന് കപ്പലിന്റെ അരികിലെത്തിയിട്ട് കടലിലേക്ക് ബക്കറ്റിട്ട് വെള്ളമെടുക്കുന്നു, എന്നിട്ട് താഴെ കൊണ്ടുപോകുന്നു. ഇതിങ്ങനെ തുടരുമ്പോൾ ഇവർക്ക് തോന്നുകയാണ്, നമ്മളിങ്ങനെ മേലെ കയറി ചെല്ലുമ്പോൾ മീതെയുള്ള ആളുകളെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യല്ലേ, അവരെ ബുദ്ധിമുട്ടാക്കല്ലേ. നമ്മൾ ഈ മേലെ കയറുന്നതിന് പകരം താഴെയുള്ള ആളുകൾ ചിന്തിച്ചു അത്രേ. ഉദാഹരണം പറയാ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കുകയാണ് അത്രേ. എങ്ങനെ? ഞങ്ങൾ മേലെ പോവാതെ ഈ കപ്പലിന്റെ ഒരു പോർഷൻ, ഒരു ചെറിയൊരു പലക അങ്ങോട്ട് അടർത്തിയെടുത്താൽ താഴെ വെള്ളം നമുക്ക് കിട്ടുമല്ലോ, നമ്മൾ മേലെ പോവേണ്ട കാര്യമില്ലല്ലോ എന്ന് ചിന്തിക്കുകയും, അവരെങ്ങാനും ആ കപ്പലിന് ദ്വാരമുണ്ടാക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ മീതെയുള്ള ആളുകൾ അയക്കോട്ടെ, സാരല്ലല്ലോ, അവർ വേണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് അവരുടെ കൈപിടിക്കാതെ വിട്ടാൽ എന്ത് സംഭവിക്കും? താഴെയുള്ളവരും മുങ്ങും, മേലുള്ളവരും മുങ്ങും, എല്ലാം കപ്പലാകെ മുങ്ങും, വെള്ളത്തിൽ താഴും, കപ്പലിലേക്ക് വെള്ളം കയറി വരും. ഇങ്ങനെ ഒരു വിഭാഗം ആളുകൾ താഴത്തെ തട്ടിൽ തുരങ്കമുണ്ടാക്കാൻ നോക്കുന്നത് കാണുമ്പോ അവരെ കൈപിടിക്കുന്ന ആളുകൾ, നിങ്ങൾ ചെയ്യല്ലേ എന്ന് പറയുന്നവർ, അവരാണ് അള്ളാഹുവിന്റെ നിയമത്തെ അംഗീകരിക്കുന്നവർ. നേരെ മറിച്ച് നമ്മൾ എന്തിനാ, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ, നമ്മുടെ സ്വാതന്ത്ര്യം, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്തൂടെ എന്ന് ചിന്തിച്ച് അവനവൻ ഇരിക്കുന്ന വെള്ളത്തിന്റെ ഭാഗത്ത് കിടക്കുന്ന ആ ഒരു ലോവർ ഡെക്കിൽ കിടക്കുന്ന ആളുകൾ അവിടെ ദ്വാരമുണ്ടാക്കാൻ തുനിഞ്ഞാൽ ആ കപ്പൽ അവിടെ മുങ്ങൂലേ? ആ ചെയ്യുന്നത് കപ്പലിന് വെക്കുന്ന തുരങ്കമല്ല, അള്ളാഹുവിൻ്റെ നിയമത്തോട് ചെയ്യുന്ന പോരാട്ടമാണ്. അള്ളാഹുവിൻ്റെ നിയമത്തെ അംഗീകരിക്കാത്തൊരു വിഭാഗത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്.